കറണ്ട് വേവ് ഫോം നമ്മൾ ഒരു അമ്മീറ്ററിലേക്ക് പാസ് ചെയ്തു, PMMC അമ്മീറ്ററിലേക്ക് പാസ് ചെയ്തു. സോ അത് മെഷർ ചെയ്യുന്ന റീഡിങ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇറ്റ്സ് എ പീരിയോഡിക് വേവ് അല്ലേ? ഇറ്റ്സ് എ പീരിയോഡിക് വേവ് ഹാവിങ് എ പീരിയഡ് ഓഫ് 2 millisecond അല്ലെങ്കിൽ 2 സെക്കൻഡ് വാട്ടർ 2 millisecond എങ്കിൽ 2 millisecond. അത് കഴിഞ്ഞ് സെയിം വേവ് റിപ്പീറ്റ് ചെയ്യുകയാണ്. PMMC എന്താ മെഷർ ചെയ്യുക? PMMC വിൽ മെഷർ ദ ആവറേജ് വാല്യൂ അല്ലേ? അല്ലെങ്കിൽ DC വാല്യൂ. യെസ്, DC വാല്യൂ ഓർ ദ ആവറേജ് വാല്യൂ. that is a correct thing. It will measure or it will indicate it pointed towards its average value. അപ്പോൾ നമ്മൾ AC കൊണ്ടുപോകുമ്പോൾ എന്താ പ്രശ്നം, അല്ലെങ്കിൽ ഒരു സിനുസോയിഡൽ വോൾട്ടേജ് കൊണ്ടുവയ്ക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യും, പക്ഷെ അത് ആ 0 പൊസിഷനിൽ തന്നെ സ്റ്റക്കായി പോകും. സോ ആവറേജ് വാല്യൂ നോൺ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ആ നമ്മൾ കൊടുക്കുന്ന വേവ് ഫോമിൽ ഒരു DC കമ്പോണന്റ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മുടെ PMMC റീഡ് ചെയ്യുക. സോ ഇതിന്റെ ആവറേജ് വാല്യൂ എത്രയാണ്? നമുക്ക് നോക്കാം. ടോട്ടൽ ഏരിയ ബൈ ടോട്ടൽ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് വാല്യൂ കിട്ടില്ലേ? എത്രയാണോ ഈ ഏരിയ ഡിവൈഡഡ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ ആവറേജ് വാല്യൂ. അതല്ലേ ഈ ഗ്രാഫിന് സിമ്പിൾ വേ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ വേ എന്ന് പറയുന്നത് ഇതിന്റെ ടോട്ടൽ ഏരിയ, ഒരു പീരിയഡിലുള്ള ടോട്ടൽ ഏരിയ ഡിവൈഡ് ബൈ ആ ടോട്ടൽ ടൈം 2 millisecond ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് വാല്യൂ കിട്ടും. സോ പോസിറ്റീവ് സൈക്കിളിന്റെ ആവറേജ് വാല്യൂ എത്രയാണ്? ഇത് പോസിറ്റീവ് പാർട്ടാണ്. സോറി, അതിന്റെ ആവറേജ് വാല്യൂ, അതിന്റെ ഏരിയ എത്രയാണ്? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 millisecond ആണ്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റാമ്പ്. പക്ഷെ നമുക്കറിയാം അതൊരു സ്ക്വയറിന്റെ പകുതിയാണ് അല്ലെ? സോറി, ഒരു റെക്ടാങ്കുലറിന്റെ പകുതിയാണ്. സോ നമുക്ക് അതിന്റെ അങ്ങനെ തന്നെ എടുക്കാം. ഈ ഏരിയയുടെ പകുതി കൺസിഡർ ചെയ്യാം, ഈ ടോട്ടൽ ഏരിയയുടെ പകുതി എന്ന് കൺസിഡർ ചെയ്യാം. സോ ആ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 millisecond × 1 ആംപിയർ ആയിരിക്കും, ഡിവൈഡ് ബൈ 2 ആയിരിക്കും അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ഏരിയ കിട്ടി. ഈ ഏരിയ എന്ന് പറയുന്നത് 1 millisecond × 1 ആംപിയർ ആയിരിക്കും. യെസ്, സോ ടോട്ടൽ ഏരിയ എത്രയായിരിക്കും? ദിസ് is negative and this is positive. So total area will be equal to, so average value will be equal to positive area, that is equal to 0.5. അതിന്റെ യൂണിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, millisecond ആംപിയർ എന്നാണ് വരിക, -1 അതും millisecond ആംപിയർ എന്നാണ് വരിക, ഡിവൈഡഡ് ബൈ 2 milliseconds. സോ ആൻസർ കിട്ടുക യെസ് -0.5 by 2, that is equal to -0.25 ആംപിയർ ആയിരിക്കും. That is option A is the right choice here. ഈ ക്വസ്റ്റ്യൻ മോറൽ സെയിം തന്നെയാണ്. സോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം, ഞാൻ എന്തായാലും ഇവിടെ ചെയ്യുന്നില്ല. The PMMC ammeter in the adjoining figure has a range of 0 to 3 milliampere. When switch S opened, switch S open ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതൊരു ഷോർട്ട് സർക്യൂട്ട് പാത്താണ്. സോ അതിൽ കൂടെ എല്ലാ കറണ്ടും അതിൽ കൂടെ പോകും. ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ഓപ്പൺ, ദ പോയിന്റർ ഓഫ് ദ അമ്മീറ്റർ സ്വിങ്സ്. സോ അതുകൊണ്ട് തന്നെ മീൻസ് സ്വിച്ച് ക്ലോസ് ചെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ അമ്മീറ്റർ റീഡിംഗ് ഒന്നും കാണിക്കില്ല.
സ്വിച്ച് എപ്പോൾ ഓപ്പൺ ചെയ്തു അപ്പോൾ പോയിന്റർ ഓഫ് ദ അമ്മീറ്റർ സ്വിങ് ടു 1 മില്ലി ആംപിയർ മാർക്ക് ആൻഡ് റിട്ടേൺസ് ആൻഡ് സെറ്റിൽ ടു 0.9 മില്ലി ആംപിയർ. ദ മീറ്റർ ഈസ്. അപ്പോൾ മീറ്ററിനെ കുറിച്ച് നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ക്രിട്ടിക്കലി ഡാംപ്ഡ് ആൻഡ് കോയിൽ റെസിസ്റ്റൻസ് ഓഫ് 10 ohm, critically damped and coil resistance of 200 ohm, underdamped and coil resistance of 100 ohm, and underdamped and coil resistance of 200 ohm. Okay. നമ്മൾ യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മീറ്റേഴ്സും സെക്കൻഡ് ഓർഡർ ബിഹേവിയറുള്ള മീറ്റേഴ്സ് ആയിരിക്കും. അത് PMMC ആയിക്കോട്ടെ, മൂവിങ് അയൺ ആയിക്കോട്ടെ, ഡൈനാമോമീറ്റർ ആയിക്കോട്ടെ, എല്ലാം സെക്കൻഡ് ഓർഡർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള. I'm not sure about that it will be critically damped or underdamped or overdamped. But അതിന്റെ ഡൈനാമിക്സ് എന്ന് പറയുന്നത് മോർ ഓർ ലെസ് സെക്കൻഡ് ഓർഡർ ആയിരിക്കും. അത്രയും കാര്യം പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ഈ സ്വിച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അമീറ്ററിലേക്ക് ഒരു സ്റ്റെപ്പ് കറണ്ട്, ഇമ്മീഡിയറ്റ്ലി ഒരു ഹൈ വാല്യൂ കറണ്ട് കൊടുക്കുകയാണ്. സോ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അറ്റ് 0 ടൈം ആ സ്വിച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സഡൻലി അമീറ്ററിലേക്ക് നമുക്ക് അറിയില്ല എത്രയാണ് ആ വാല്യൂ എന്നുള്ളത്, തൽക്കാലത്തേക്ക് ഒരു ഹൈ വാല്യൂ കറണ്ട് കൊടുക്കുകയാണ്. അമീറ്റർ ആ വാല്യൂ റീഡ് ചെയ്യും. പക്ഷെ ഇത് എങ്ങനെയാണ് റീഡ് ചെയ്തത്? റീഡ് ചെയ്തൊരു പ്രത്യേക പാറ്റേണിലാണ്. ഇനീഷ്യലി ആദ്യം അത് പോയി അപ് ടു 1 ആംപിയർ വരെ അത് പോയി. അതിനുശേഷം തിരിച്ചു വന്ന് അപ്രോക്സിമേറ്റ്ലി 0.9 ആംപിയറിൽ സെറ്റിൽ ചെയ്തു. 1 ആംപിയർ വരെ പോയി. അതിനുശേഷം തിരിച്ചു വന്ന് 0.9 ആംപിയറിൽ സെറ്റിൽ ചെയ്തു. ഇത് ഏത് തരത്തിലുള്ള ബിഹേവിയറാണ്? Is it a critically damped behavior or underdamped behavior? ഒരു ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അതിന് ഓവർഷൂട്ട് ഉണ്ടാവില്ല അല്ലെ? ഇതിപ്പോ ഫൈനൽ വാല്യൂന്ന് ഇനീഷ്യലി തന്നെ ഓവർഷൂട്ട് എടുത്ത് ഇപ്പോൾ 1 വരെ പോയി, പിന്നെ തിരിച്ചു വന്ന് വീണ്ടും അങ്ങനെ പോയിട്ടാണ് സെറ്റിൽ ചെയ്യുന്നത്. ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം ആണെങ്കിലോ ദർ വിൽ നോട്ട് ബി എനി ഓവർഷൂട്ട്. അത് നേരെ പോയിട്ട് അതിന്റെ ഫൈനൽ വാല്യൂല് സെറ്റിൽ ചെയ്യും. ഓവർ ഡാംപ്ഡ് ആണെങ്കിൽ പിന്നെയും ഒരുപാട് ടൈം എടുക്കും. അത് അതിന്റെ ഫൈനൽ വാല്യൂലേക്ക് അപ്രോച്ച് ചെയ്യാൻ ട്രൈ ചെയ്യും, പക്ഷെ അത് എത്തില്ല. ഈവൻ ഇൻഫിനിറ്റ് ടൈം ആയി കഴിഞ്ഞാലും അതിന് എത്താൻ പറ്റില്ല. ചെറിയൊരു എറർ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെയായിരിക്കും ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റം ഉണ്ടാവുക. സോ ദിസ് എ അണ്ടർ ഡാംപ്ഡ് ബിഹേവിയർ. ഈ അമീറ്ററിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് അണ്ടർ ഡാംപ്ഡ് ബിഹേവിയർ ആണ്. സോ ഇറ്റ് ഈസ് അണ്ടർ ഡാംപ്ഡ് ബിഹേവിയർ. അതുകൊണ്ടാണ് അത് ഓവർഷൂട്ട് എടുത്ത് വീണ്ടും തിരിച്ചു വന്ന് 0.9 സെറ്റിൽ ചെയ്ത്. സോ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് നോട്ട് ക്രിട്ടിക്കലി ഡാംപ്ഡ്, ഇറ്റ്സ് അണ്ടർ ഡാംപ്ഡ്. പിന്നെ നമ്മുടെ മുമ്പിലുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത്. നമുക്കറിയാം അതിന്റെ ഫൈനൽ വാല്യൂ അല്ലെങ്കിൽ അമീറ്റർ കാണിച്ചിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 0.9 ആംപിയർ ആണ്. സോ അത് മീൻ ചെയ്യുന്നത് ഈ പാത്തിൽ കൂടെ ഇപ്പോൾ 0.9 ആംപിയർ ആണ് ആക്ച്വലി പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സെറ്റിലിംഗ് വാല്യൂ എത്രയാണോ അതാണ് ഇൻസ്ട്രുമെന്റ് കൂടെ പാസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് 0.9. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ മീറ്ററിന് എന്തെങ്കിലും ഇൻപുട്ട് ഇമ്പിഡൻസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മീറ്ററിന്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് നമുക്ക് RM എന്ന് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ സപ്പോസ് ഈ സർക്യൂട്ടിനെ ഒന്ന് റീഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 1.8 വോൾട്ട്, പിന്നെ ഒരു മീറ്ററിന്റെ RM, പിന്നെ കൂടാതെ ഒരു 1.8 കിലോ ഓം. ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 0.9 ആംപിയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ RM എത്രയായിരിക്കും എന്നാണ് സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് RM? സോ നമുക്കറിയാം ഈ കറണ്ട് എന്ന് പറയുന്നത് 0.9 ഈക്വൽ ടു എന്താണ് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് 1.8 വോൾട്ട് ഡിവൈഡഡ് ബൈ ആ പാത്തിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു RM പ്ലസ് 0.9 മില്ലി ആംപിയർ അല്ലേ? ഓക്കെ, 0.9
into 10 raised to minus 3 Rm plus 1800 എന്ന് വെച്ചാൽ 1.8 കിലോ ഓം. സോ അങ്ങനെയാണെങ്കിൽ Rm plus 1800 equal to 1.8 divided by 0.9 into 10 raised to minus 3. So that is equal to it's 2000. Am I right? It's not 200, it is 2000. Yeah, Rm equal to 200. So option D is the correct answer for this question. A full-scale PMMC type DC ammeter has a voltage drop of 100 millivolt at 2 ampere. The meter has converted into a 10 ampere full-scale ammeter connecting a നമുക്കറിയാം ഇതൊരു അമീറ്റർ ആണ്. അമീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? യു ഹാവ് ടു യൂസ് എ ഷണ്ട് റെസിസ്റ്റർ പാരലൽ ടു ദാറ്റ്. അമീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ we have to use a shunt resistor parallel to that. നമ്മൾ ഓൾറെഡി ഇപ്പൊ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഈ ആർ എസ് എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ എസ് എച്ച് വിൽ ബി ഈക്വൽ ടു ആർ എം ഡിവൈഡഡ് ബൈ എം മൈനസ് 1 ആയിരിക്കും. എം ഈസ് ദ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ. എത്ര തവണയാണോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതാണ് എം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടെ എന്താണ് കൺവേർട്ട് ചെയ്യുന്നത്? ഒരു 2 ആംപിയർ ഫുൾ സ്കെയിൽ മീറ്ററിനെ നമ്മളൊരു 10 ആംപിയർ ഫുൾ സ്കെയിൽ മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ എം വിൽ ബി ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു 5. ഇതെങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. പിന്നെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം തന്നിട്ടില്ല, എത്രയാണ് ആർ എം എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഈ മീറ്റർ ഫുൾ സ്കെയിൽ റീഡിംഗ് കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 2 ആംപിയർ മെഷർ ചെയ്യുന്ന സമയത്ത് അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 100 മില്ലി ആംപിയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലി വോൾട്ട് ആണ്. ഇതിൽ കൂടെ 2 ആംപിയർ പാസ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി ഉണ്ടായിരുന്ന ആദ്യത്തെ മീറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 100 മില്ലി വോൾട്ട് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആർ എം എത്രയായിരിക്കും? ആർ എം വിൽ ബി ഈക്വൽ ടു, നമുക്കറിയാം വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. സോ 100 മില്ലി വോൾട്ട് ഡിവൈഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 2 ആംപിയർ ദാറ്റ്സ് ഈക്വൽ ടു 50 മില്ലി ഓം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ മീൻസ് ആർ എസ് എച്ച് എത്രയായിരിക്കും യൂസ് ചെയ്യേണ്ടത്? ഈ മീറ്ററിനെ 2 ആംപിയർ മീറ്ററിനെ നമ്മൾ 10 ആംപിയർ മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിനായിട്ട് യൂസ് ചെയ്യേണ്ട ആർ എസ് എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആർ എസ് എച്ച് വിൽ ബി ഈക്വൽ ടു ആർ എം ഡിവൈഡഡ് ബൈ എം മൈനസ് 1 ഈക്വൽ ടു 5 minus 1. So 50 by 4 that's equal to 12.5 milliohm. Not in series, we have to use that is in parallel. So option A is the right choice here. ഇതുപോലെ തന്നെ നമ്മൾ വോൾട്ട് മീറ്ററിനാണ് ചെയ്യേണ്ടതെങ്കിൽ വോൾട്ട് മീറ്ററിന് ഫോർമുല എന്ന് പറയുന്നത് വോൾട്ട് മീറ്ററിൽ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അഗൈൻ ആൻഡ് അഗൈൻ പറയുന്നത്. സീരീസ് ആയിട്ടാണ് നമ്മൾ റെസിസ്റ്റർ കണക്ട് ചെയ്യേണ്ടത്. ആ സീരീസ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എം മൈനസ് 1 ഇൻറ്റു ആർ എം ആയിരിക്കും, മീറ്റർ റെസിസ്റ്റൻസ് ആയിരിക്കും. വേറാസ് ഈ എം എന്ന് പറയുന്നത് അഗൈൻ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ ആണ്. എം എന്ന് പറഞ്ഞപ്പോൾ ഫൈനൽ
നമുക്ക് കിട്ടേണ്ട മീൻസ് മെഷർ ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട മീറ്ററിന്റെ മാക്സിമം റീഡിംഗ് എന്ന് പറയുന്നത് 1000ഉം കയ്യിലുള്ളതിന്റെ 10ഉം ആണെങ്കിൽ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തൽക്കാലത്തേക്ക് സ്കിപ്പ് ചെയ്യാണ്. സെയിം ടൈപ്പിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഓപ്പാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. തൽക്കാലത്തേക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇതായിരിക്കും കുറച്ചുകൂടി ടഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. The op-amp based circuit of a half-wave rectifier electronic voltmeter shown below uses a PMMC ammeter with full-scale deflection FSD current of 1 milliampere and a coil resistance of 1 kilo ohm. The value of R that gives the FSD for a sinusoidal input voltage 100 millivolt RMS. അപ്പോൾ ഇവിടെ ഈ വോൾട്ട് മീറ്ററിന്റെ ഫുൾ സ്കെയിൽ റീഡിംഗ് എത്രയാണെന്ന് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പകരം തന്നിരിക്കുന്നത് ഇതിന് ഹാൻഡിൽ ചെയ്യാവുന്ന മാക്സിമം കറണ്ടും അതെത്ര തന്നിരിക്കുന്നത് 1 മില്ലി ആംപിയർ ഈസ് ദ മാക്സിമം ഇതിന് ചെയ്യാവുന്ന ഹാൻഡിൽ ചെയ്യാവുന്ന കറണ്ടും കൂടാതെ അതിന്റെ ഇന്റേണൽ ഇമ്പിഡൻസ് ആണ് 1 കിലോ ഓം ആണ് തന്നിരിക്കുന്നത്. സോ നമുക്കറിയാം മാക്സിമം കറണ്ട് ഹാൻഡിൽ ചെയ്യാവുന്ന മാക്സിമം കറണ്ട് 1 മില്ലി ഓം ആണെങ്കിൽ അത് വോൾട്ട് മീറ്റർ മില്ലി ആംപിയർ ആണെങ്കിൽ വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് അതേ ഇൻറ്റു അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. സോ വി മാക്സ് ഈക്വൽ ടു 1 മില്ലി ആംപിയർ ഇൻറ്റു 1 കിലോ ഓം ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു 1 വോൾട്ട്. 1 വോൾട്ട് RMS വാല്യൂ ആയിരിക്കും ഇതിന് ഹാൻഡിൽ ചെയ്യാവുന്ന മാക്സിമം വാല്യൂ. ഇനി ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ദ വാല്യൂ ഓഫ് ആർ നമ്മൾ ഈ ആറിന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈ അമീറ്റർ ഓക്കെ, ഈ അമീറ്റർ ഫുൾ സ്കെയിൽ റീഡിംഗ് കാണിക്കുക അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ ഫുൾ സ്കെയിൽ റീഡിംഗ് കാണിക്കുക, രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എന്തായാലും നമുക്ക് അറിയാം ഇത് 1 മില്ലി ആംപിയർ കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഫുൾ സ്കെയിൽ റീഡിംഗ് കാണിക്കും. സോ ഈ മീറ്റർ എപ്പോഴാണ് ഫുൾ സ്കെയിൽ റീഡിംഗ് കാണിക്കുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മീൻസ് ഈ ഏത് ആർ വാല്യൂ ചൂസ് ചെയ്താലാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഏത് ആർ വാല്യൂ നമ്മൾ ചൂസ് ചെയ്താലായിരിക്കും ഈ അമീറ്റർ അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ വാട്ട് എവർ ഇറ്റ് ഈസ് ഈ മീറ്റർ അതിന്റെ ഫുൾ സ്കെയിൽ റീഡിംഗ് കാണിക്കുക. അല്ലെങ്കിൽ ആ മീറ്ററിൽ കൂടെ 1 മില്ലി ആംപിയർ കറണ്ട് പാസ് ചെയ്യുക. 1 മില്ലി ആംപിയർ കറണ്ട് പാസ് ചെയ്യും. സോ 1 മില്ലി ആംപിയർ കറണ്ട് പാസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? ഇതൊരു PMMC മീറ്റർ ആണ്. അതിന്റെ ഫുൾ സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദി DC വാല്യൂ, നോട്ട് ദ RMS വാല്യൂ. ഇറ്റ് ഈസ് ഗോയിങ് ടു ഡിപ്പെൻഡ് അപ്പോൺ ദി DC വാല്യൂ. പിന്നെ ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉള്ളൊരു ആംപ്ലിഫയർ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ വരുന്ന വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ Vin വിൽ ബി came here also same Vin. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കറണ്ട് എത്രയായിരിക്കും? ദിസ് കറണ്ട് വിൽ ബി ഈക്വൽ ടു Vin ബൈ R ആയിരിക്കും. ദാറ്റ് വിൽ ബി ദ I വിൽ ബി ഈക്വൽ ടു Vin ബൈ R ആയിരിക്കും. നമ്മുടെ ഓപ്പാമ്പ് ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് കറണ്ട് കൊടുക്കുകയോ വാങ്ങലൊന്നും ചെയ്യില്ല. സോ അതുകൊണ്ട് തന്നെ എല്ലാ കറണ്ടും ഓപ്പാമ്പിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരേണ്ടി വരും. സോ ഇതിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നതും VM ബൈ R ആയിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, there is a diode here. ഈ ഡയോഡ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ the op amp cannot receive any current
ഇൻ ദിസ് ഡയറക്ഷൻ ഫ്രം ഗ്രൗണ്ട്. ഓപ്പാമ്പിന് ഈ ഡയറക്ഷനിൽ കറണ്ട് ഒന്നും റിസീവ് ചെയ്യാൻ പറ്റില്ല. അതിന് ഇങ്ങോട്ട് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ ഈ ഡയറക്ഷനിൽ കറണ്ട് ഒന്നും അതിന് റിസീവ് ചെയ്യാൻ പറ്റില്ല. ഈ ഡയറക്ഷനിൽ എപ്പോഴാണ് കറണ്ട് ഉണ്ടാവുക? വെൻ യു അപ്ലൈ പോസിറ്റീവ് വോൾട്ടേജ് അല്ലേ? നമ്മുടെ ഇൻപുട്ടിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവുള്ളൂ. സോ അത് മീൻ ചെയ്യുന്നത്, സപ്പോസ് നമ്മുടെ ഇൻപുട്ട് സിനുസോയിഡൽ വോൾട്ടേജ് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് വോൾട്ടേജ് ആവുന്ന സമയത്ത് ഇവിടെ ഈ ഡിറക്ഷനിൽ ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് എത്രയാണെന്ന് നമുക്കറിയാം, V/R ആയിരിക്കും. നെഗറ്റീവ് ആവുന്ന സമയത്ത് ഇങ്ങോട്ട് കറണ്ട് ഒന്നും പാസ് ചെയ്യില്ല. സോ ആ പോർഷൻ വീണ്ടും സ്കിപ്പ്, ഒന്നും ഉണ്ടാവില്ല. വീണ്ടും പോസിറ്റീവ് ആകുമ്പോൾ വീണ്ടും അതേ കറണ്ട് ഉണ്ടാവും. നെഗറ്റീവ് ആകുമ്പോൾ അഗൈൻ കറണ്ട് ഉണ്ടാവില്ല. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫൈഡ് current source. It's a half wave rectified current source. അപ്പോൾ അതിന്റെ ഡി സി വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ PMMC മീറ്റർ അത് റീഡ് ചെയ്യും. ഇപ്പോൾ ഒരു ആക്ച്വൽ AC ആണെങ്കിൽ, കംപ്ലീറ്റ് AC ആണെങ്കിൽ PMMC റീഡ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഈ PMMC കൂടെ ഇപ്പോൾ ഫ്ലോ ചെയ്യുന്നത് ഒരു പൾസേറ്റഡ് AC ആണ്, അല്ലെങ്കിൽ ഒരു റെക്ടിഫൈഡ് AC ആണ്, ഹാഫ് വേവ് റെക്ടിഫൈഡ് AC ആണ്. സോ അതുകൊണ്ട് തന്നെ അത് റീഡ് ചെയ്യും. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 100 millivolt RMS വാല്യൂ ആണ്. സോ അതിന്റെ മാക്സിമം എത്രയായിരിക്കും? നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 100√2 × 10⁻³ sin ωt. ഈ ഒരു ഫോമുല ആയിരിക്കും ഇവിടെ കറണ്ട് ഇൻപുട്ട് കറണ്ട് കൊടുത്തിട്ടുണ്ടാവുക. സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് .1 × √2 sin ωt divided by R ആയിരിക്കും. ദിസ് ഇസ് ദ പീക്ക് വാല്യൂ. അത് പോസിറ്റീവ് സൈക്കിളിൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ, നെഗറ്റീവ് സൈക്കിളിൽ അത് ഉണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡി സി വാല്യൂ എത്രയായിരിക്കും? IDC വിൽ ബി ഈക്വൽ ടു, നമുക്കറിയാം Vm/π ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 0.1 × √2 divided by R. That is a Vm divided by pi. That should be equal to 1 milliampere. That should be equal to 1 milliampere. അങ്ങനെയാണെങ്കിൽ R should be equal to 0.1 into √2 divided by pi into 10⁻³ എന്ന് വരും. നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് approximately 45 ആംപിയർ കിട്ടും. That's equal to, that means the right option is A. The deflection angle of the pointer of an ideal moving iron meter is 20 degree for 1 ampere DC current. Okay, 1 ampere DC current means it's an ideal meter. അപ്പോൾ അതിൽ എറർ ഒന്നും ഉണ്ടാവില്ല. സോ AC-ക്കും DC-ക്കും ഒന്നും യൂസ് ചെയ്താൽ എറർ ഉണ്ടാവില്ല, കാരണം ഇറ്റ്സ് an ideal meter. 1 ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്. നമുക്കറിയാം തീറ്റ ഈക്വൽ ടു സം K × I² ആണെന്നറിയാം ഫോർ മൂവിങ് അയൺ. So 20 equal to K is the meter constant, 1²
Oh, sorry. Let me erase it. One square. So K equal to 20 degree per ampere square ആയിരിക്കും. 1/ampere square. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു for an input three sin 314t RMS വാല്യൂ എത്രയായി? ഇതിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത് 3/√2 ആയിരിക്കും RMS വാല്യൂ അല്ലെ? സോ ഈ പർട്ടിക്കുലർ ഇൻപുട്ടിനുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് തീറ്റ വിൽ ബി ഈക്വൽ ടു 20 ആണ് മീറ്റേഴ്സ് കോൺസ്റ്റന്റ് എന്ന് അറിയാം ഇൻറ്റു 3/√2 ദ ഹോൾ സ്ക്വയർ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. സോ ഇത്രയും കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മീറ്റർ 90 ഡിഗ്രി ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഈക്വൽ ടു, സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി. അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഒരു ഇലക്ട്രോഡൈനാമോമീറ്റർ വാട്ട് മീറ്ററിന്റെ മീൻസ് കപ്പാസിറ്റി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 200 വോൾട്ടും 5 ആംപിയർ ആണ്. അത് ക്യാരി ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ആൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. സോ മീറ്റർ എത്രയായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മീറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് VRMS ഇൻറ്റു IRMS ആയിരിക്കും. സോ ഈ രണ്ട് വാല്യൂവിൻ്റെയും ഈ രണ്ട് ഇൻപുട്സിൻ്റെയും RMS വാല്യൂ കണ്ടുപിടിച്ച ശേഷം ഇഫ് യു ക്യാൻ മൾട്ടിപ്ലൈ ബോത്ത് യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. ഇന്നത്തെ മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളെല്ലാവരും ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഫേസർ ഡയഗ്രത്തെ കുറിച്ചും എല്ലാം കാര്യമായിട്ട് നല്ല ധാരണ ഉണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ലെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. എന്നാൽ കൂടിയും അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. സോ നമുക്ക് നോക്കാം. എ 3-phase balanced RL load connected to a 3-phase balanced symmetrical 400 volt 50 hertz RYB sequence mains as shown in the figure. So wattmeter W reads 1.732 kilowatt. Then അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാ? 1.732 എന്നുള്ള എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആക്റ്റീവ് പവർ ആണോ റിയാക്റ്റീവ് പവർ ആണോ? എത്ര ആക്റ്റീവ് പവർ ആണ് എത്ര റിയാക്റ്റീവ് പവർ ആണെന്ന് ചോദിക്കുന്നത്. ഇവിടെ ഡെൽറ്റ കണക്ഷൻ ആണോ സ്റ്റാർ കണക്ഷൻ ആണോ തന്നിട്ടില്ല. ഇറ്റ്സ് എ ബാലൻസ്ഡ് ലോഡ്. സോ നമുക്ക് എന്ത് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. വി കൻ അസ്യൂം. സോ ഞാനിവിടെ അസ്യൂം ചെയ്യാൻ പോകുന്നത് ഇതൊരു സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആണെന്നാണ് ഞാൻ അസ്യൂം ചെയ്യാൻ പോകുന്നത്. ഐ എം ഗോയിങ് ടു അസ്യൂം ദിസ് ഈസ് എ സ്റ്റാർ കണക്റ്റഡ് ലോഡ്. സോ ദിസ് ആർ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ കറണ്ട് കോയിൽ എന്ന് പറയുന്ന ആറിലാണ് കൊടുത്തിരിക്കുന്നത്. വോൾട്ടേജ് കോയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കോയിൽ കൊടുത്തിരിക്കുന്നത് വൈക്കും ബിക്കും അക്രോസ് ആയിട്ടാണ്. ആർ വൈ ബി ഇവിടെയാണ് കോമൺ. ഓക്കെ, ഇത് ന്യൂട്രൽ. നമുക്കറിയാം ഒരു 3-phase നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ 3-phase നെറ്റ്വർക്ക് അത് കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് ടോട്ടൽ പവർ 3-phase ബാലൻസ് സർക്യൂട്ട് ആണെങ്കിൽ ടോട്ടൽ പവർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ഇൻറ്റു വി ഫേസ് ഇൻറ്റു ഐ ഫേസ് ആയിരിക്കും. അല്ലെങ്കിൽ √3 ഇൻറ്റു വി ലൈൻ ഇൻറ്റു ഐ ലൈൻ ഓർ ഐ ഫേസ്, നമുക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം. കാരണം ഒരു കേസിൽ
ഫേസ് കറണ്ടും ഫേസ് വോൾട്ടേജും ഫേസ് കറണ്ടും ലൈൻ കറണ്ടും സെയിം ആയിരിക്കും. രണ്ടാമത്തേതിൽ ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും സെയിം ആയിരിക്കും. രണ്ട് മീൻസ് സ്റ്റാറിലും ഡെൽറ്റയിലും. അതുകൊണ്ട് തന്നെ either we can say it's a 3 into V phase into I phase, or the second option is root 3 into V phase into V line into I line cos phi. This is the active power. Reactive power ആണെങ്കിലോ, reactive power ആണെങ്കിൽ same 3 into V phase I phase sin phi ആയിരിക്കും, അല്ലെങ്കിൽ root 3 into V line I line sin phi ആയിരിക്കും. This is the reactive power. ഇനി നമുക്ക് ഇതിന്റെ ഫേസർ ഡയഗ്രാം വരച്ചു നോക്കാം. എന്താണ് കാരണം ഇവിടെ നമ്മുടെ പൊട്ടൻഷ്യൽ കോയിൽ, വാട്ട് മീറ്ററിന്റെ പൊട്ടൻഷ്യൽ കോയിൽ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. കറണ്ട് കോയിൽ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. പൊട്ടൻഷ്യൽ കോയിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലെറ്റ് മീ ഡ്രോ ദ ഫേസർ ഡയഗ്രാം. V phase. So VRN. This is the phase voltage. VYN. This is another phase voltage. VBN. This is the another phase voltage. So current എന്ന് പറയുന്നത് സ്ലൈഡ്ലി ഇൻഡക്റ്റീവ് ലോഡാണ് തന്നിട്ടുണ്ട്, RL ലോഡാണ് തന്നിട്ടുണ്ട്. സോ ലാഗിങ് ആയിരിക്കും ഒബ്വിയസ്ലി. സോ നമുക്ക് അല്പം ലാഗിങ് ആയിട്ട് കറണ്ട് എടുക്കാം. IR. ഇത് ഫേസ് ലൈൻ മീൻസ് ലൈനും ഫേസും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ IR IY തന്നെ എടുക്കുന്നു. IY and this is IB. ഇനി എന്താ തന്നിരിക്കുന്നത്? നമുക്ക് ഓൾറെഡി ഒരു ലൈൻ കറണ്ടിലും ആറിന്റെ ലൈൻ കറണ്ടിലും ഒരു നമ്മുടെ കറണ്ട് കോയിലുണ്ട്. പിന്നെ ഈ രണ്ടിനും വൈയും വിബിക്കും ഇടയ്ക്കുള്ള ലൈൻ വോൾട്ടേജിന് അക്രോസ് ആയിട്ടാണ് നമ്മുടെ വോൾട്ടേജ് കോയിൽ കിടക്കുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത് VYN ആണ്. VYN മീൻസ് VYB ആണ്. സോ VYB മീൻസ് ഈ വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VYB ആണ്. അല്ലെങ്കിൽ VYN മൈനസ് VBN ആണ് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു VYB equal to VYN മൈനസ് VBN ആണ്. സോ ദിസ് മൈനസ് ദിസ് ചെയ്യണം. സോ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് എടുക്കാം. സോ മൈനസ് VBN ആണ്. സോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ വെക്റ്റർ സം എത്രയായിരിക്കും? ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഇതിനെ ബൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 ഡിഗ്രി കിട്ടും. പിന്നെ ഇത് പാരലോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം 90 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലൈൻ എന്ന് പറയുന്നത് √3 ഇൻറ്റു ഈതർ VBN അല്ലെങ്കിൽ VYN സെയിം ആയിരിക്കും. അപ്പൊ അത് VYN എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ് ആണ്. സോ √3 VPH നമുക്ക് എഴുതാം. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് കണ്ടു. സോ ടോട്ടൽ ആംഗിൾ 120 ആണ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ആയിരിക്കും. സോ ഇവിടെയുള്ള കറണ്ട് ഈ IR ആൻഡ് VYB തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്
90 മൈനസ് 5 ആയിരിക്കും. സോ ഈ തീറ്റ എന്ന് പറയുന്നത് ഇതാണ് തീറ്റയെങ്കിൽ. സോ അങ്ങനെയാണെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വാട്ട് മീറ്റർ ഷോ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് P ഈക്വൽ ടു IR equivalent to I line or I phase, IPH into √3 VPH into cos of 90 minus 5 ആയിരിക്കും. Cos of 90 minus 5 equal to sin 5. So this is equal to √3 into VPH IPH sin 5. So അങ്ങനെയാണെങ്കിൽ that is equal to 1.3732 കിലോ വാട്ട് എന്ന് തന്നിട്ടുണ്ട്. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ രണ്ട് സൈഡിലും ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 VPH IPH sin 5 എന്ന് പറയുന്നത് 3 കിലോ വാട്ട് ആവും. ദിസ് ഈസ് ദ റിയാക്റ്റീവ് പവർ. സോ 3 കിലോ വാട്ട് ഈസ് അവർ റിയാക്റ്റീവ് പവർ, മീൻസ് കൺസ്യൂംഡ് റിയാക്റ്റീവ് പവർ. സോ ഈ കിട്ടുന്ന റീഡിങ്ങിനെ കൊണ്ട് നമ്മൾ ജസ്റ്റ് √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കിവിടെ ടോട്ടൽ റിയാക്റ്റീവ് പവർ കിട്ടും. സോ 3 kilowatt reactive power is a total reactive power consumed by the balanced three-phase load. ഞാൻ 5 മിനിറ്റും കൂടെ മാക്സിമം എടുക്കുമായിരിക്കും. The 2 wattmeter method is used to measure power in a balanced three-phase circuit, drawing lagging current. The power factor of 1 wattmeter reads 0. The power factor if the 1 wattmeter reads 0. സോറി, ഞാൻ കുറച്ച് ടയർഡാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ നമ്മുടെ 2 wattmeter മെത്തേഡ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യുന്ന സമയത്ത്, 2 wattmeter മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നമ്മൾ സ്റ്റാർ കണക്റ്റഡ് ലോഡ് എടുക്കുകയാണെങ്കിൽ ഒരു ബാലൻസ് സ്റ്റാർ കണക്റ്റഡ് ലോഡിന് മാത്രമേ നമുക്ക്, അല്ല സ്റ്റാർ ഓർ ഡെൽറ്റ കണക്റ്റഡ് ലോഡ്, ത്രീ ഫേസ് സർക്യൂട്ടിലെ ബാലൻസ്ഡ് ആയിട്ടുള്ള സർക്യൂട്ട്സിന് മാത്രമേ നമുക്ക് 2 wattmeter മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 2 wattmeter മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 wattmeter യൂസ് ചെയ്തിട്ട്, ജസ്റ്റ് 2 wattmeter യൂസ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ ഇൻസ്റ്റെഡ് ഓഫ് 3 wattmeters. ഇത് 1 wattmeterന്റെ കറന്റ് കോയിലാണ്. അതിന്റെ പൊട്ടൻഷ്യൽ കോയിൽ ഇതാണ്. ദിസ് ഇസ് ദ wattmeter 1. സെയിം വേയിൽ ഇവിടെ wattmeter 2ന്റെ കറന്റ് കോയിൽ, ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ കോയിൽ. സെയിം ലൈനിലേക്കാണ്, ഇത് കോമൺ ലൈൻ ആയിട്ട് കണക്ട് ചെയ്തു. ദിസ് ഇസ് ദ wattmeter 2. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം wattmeter 1 റീഡ് ചെയ്യുക wattmeter 1 റീഡ് ചെയ്യുക VL ഇൻറ്റു, അത് ഏത് ഫേസും ആയിക്കോട്ടെ, VL ഇൻറ്റു IL √3 ഇൻറ്റു VL IL cos 30 പ്ലസ് 5 ആയിരിക്കും. രണ്ടാമത്തെ വാട്ട്മീറ്റർ റീഡ് ചെയ്യുക √3 ഇൻറ്റു VL IL കോസ്, സോറി, ഫസ്റ്റ് വാട്ട്മീറ്റർ റീഡ് ചെയ്യുക. അത് നമ്മൾ ഫേസർ എങ്ങനെയാണ് വരയ്ക്കുന്നത് അതിനനുസരിച്ചിരിക്കും. എന്നാലും ഞാനൊരു കോമൺ വേ ഓഫ് എക്സ്പ്രഷൻ പറയുവാണ്. 30 പ്ലസ് 5 ആയിരിക്കും രണ്ടാമത്തെ വാട്ട്മീറ്റർ റീഡിങ്.
സോ ഇതിൽ ഒരു വാട്ട് മീറ്റർ സീറോ റീഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? നമ്മുടെ കോസിന്റെ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു സീറോ. കോസ് എപ്പോഴും സീറോ 90. 90 ആവണമെങ്കിൽ ഫൈ എത്രയായിരിക്കണം? ഫൈ ഷുഡ് ബി 60 ഡിഗ്രി. സോ ഫൈ 60 ഡിഗ്രി ആണെങ്കിൽ what is the power factor? Power factor is the cos 5 that's equal to cos 60. So that is equal to 0.5. Cos 60 equal to 0.5. 1 minute. Cos 60 0.5 then alle. Yes, cos 60 equal to 0.5. So 0.5 ആയിരിക്കണം അതിന്റെ പവർ ഫാക്ടർ. ആ സമയത്ത് ഒരു വാട്ട് മീറ്റർ സീറോ ആയിരിക്കും റീഡ് ചെയ്യുക. സപ്പോസ് ഈ വാട്ട് മീറ്റർ അപ്പോൾ സീറോ ആയിരിക്കും റീഡ് ചെയ്യുക. സെയിം ഇക്വേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വാട്ട് മീറ്ററിന്റെ റീഡിങ് ഈ ക്വസ്റ്റ്യനിലും കിട്ടും. സോ ഞാൻ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. In the context of a low resistance, identify the incorrect statement. A standard low resistance have 4 terminal construction. Yes, ഒരു standard low resistance in 4 terminal construction ഉണ്ടാവുക. In a Kelvin bridge for measuring low resistance, precision depend upon detector sensitivity. Yes, അത് ഒരു പരിധി വരെ കറക്റ്റ് ആണ്. Precision എന്ന് പറയുന്നത് ഒരു പരിധി വരെയല്ല, കറക്റ്റ് തന്നെയാണ്. Precision depend upon detector sensitivity. The pair of ratio arm in Kelvin bridge measuring low resistance eliminate the error due to thermo EMF. ആ കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്, നമുക്ക് ലാസ്റ്റ് നോക്കാം. Low resistance is used for ammeter shunts are usually made up of suitable number of plate with large area and plates connected in parallel. അതും കറക്റ്റ് ആണ്. സോ ലോ റെസിസ്റ്റൻസിന്റെ കാര്യത്തിൽ തെറ്റായിട്ടുള്ള മെഷർമെന്റിന്റെ കാര്യത്തിൽ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് സി ആണ്. സത്യത്തിൽ നമ്മുടെ റേഷ്യോ ആംസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കോൺടാക്ട് റെസിസ്റ്റൻസ് കൊണ്ടുണ്ടാവുന്ന, നമ്മൾ ലോ റെസിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ കോൺടാക്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ആ കോൺടാക്ട് റെസിസ്റ്റൻസ് കൊണ്ടുള്ള എററിനെ മിനിമൈസ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യാണ് റേഷ്യോ ആംസ് ചെയ്യുക. അല്ലാതെ തെർമൽ എററിനെ, തെർമോ ഇ എം എഫ് കൊണ്ടുള്ള എററിനെ എലിമിനേറ്റ് ചെയ്യുകയല്ല. Kelvin double bridge is best suited for the measurement of low resistance. So option A is the right answer here. Vein bridge is best suited for, vein bridge നമുക്ക് മറ്റു പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും അത് ഫ്രീക്വൻസി മെഷർമെന്റിനാണ് ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ളത്. In the AC bridge shown in the figure, question 69, the detector reads 0. The set made of, നമുക്കറിയാം ഒരു ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയ കണ്ടീഷൻ ആണെങ്കിൽ, ഇഫ് ദ ബ്രിഡ്ജ് ഇസ് ബാലൻസ് കണ്ടീഷൻ, നമുക്കറിയാം സപ്പോസ് ദിസ് ഇസ് സെറ്റ് 1, this is set 2, this is total set 2, this is set 3 and this is set 4. This is set given in the question. So then set 1, set 3 will be equal to set 2 into set 4 ആണ് ഇവിടെ. Here it is set. നമ്മൾ ചോദിച്ചിരിക്കുന്നത് what is the value of set. So set will be equal to set 1 set 3 divided by set 2 ആയിരിക്കും. What is set 1 set 3? Set 1 equal to 1 kilo ohm, that is equal to 1000, and set 3 equal to 500. Just resistance മാത്രമേ ഉള്ളൂ, റിയാക്ടൻസ് അല്ല. പക്ഷേ set 2 is a reactance, that is 100 nanofarad parallel with 10 kilo ohm.
ഇവിടെയുള്ള ഒമേഗ എന്ന് പറയുന്നത് 340 ആണ്. ഒമേഗ ഈക്വൽ ടു 340 ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സോ 1/j ഒമേഗ ഇൻറ്റു ഈ വാല്യൂന് ഞാൻ C1 എന്നും ഇതിനെ R1 എന്നും എടുക്കുവാണെങ്കിൽ C1 ഇൻറ്റു R1 ഡിവൈഡ് ബൈ 1/j ഒമേഗ C1 പ്ലസ് R1 ആയിരിക്കും നമ്മുടെ Z എന്ന് പറയുന്നത്. Z ഈക്വൽ ടു 5 into 10 raised to 5 divided by ഈ R1 ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? ഈ രണ്ട് ജെ ഒമേഗ സിയും നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് R1 ഡിവൈഡ് ബൈ 1 പ്ലസ് R1 ഇൻറ്റു ജെ ഒമേഗ C1 എഴുതാൻ പറ്റും. സോ ദാറ്റ്സ് ഈക്വൽ ടു 5 into 10 raised to 5 into 1 plus j omega R1 C1 divided by R1. So Z equal to 5 into 10 raised to 5 divided by R1 into 1 plus j omega C1 R1. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. വാട്ട് ഈസ് വി ആർ ഗോയിങ് ടു ഗെറ്റ്? സിയും ആറും മാത്രമേ ഉള്ളൂ. സി ആൻഡ് ഒമേഗ. സി ഈക്വൽ ടു 100 നാനോ ഫാരഡ് ആൻഡ് ആർ ഈക്വൽ ടു നമുക്ക് ഈ ഒമേഗ അവിടെ തന്നെ നിർത്താം. അതിന് റീസൺ ഉണ്ട്. ഇപ്പൊ എന്തായി? 5 into 10 raised to 5 ഡിവൈഡ് ബൈ R1 ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ജെ ഒമേഗ ഇൻറ്റു C1 ഇൻറ്റു 5 into 10 raised to 5 R1 ക്യാൻസൽ ആയിപ്പോകും. സോ ദിസ് ഈസ് എ റെസിസ്റ്റൻസ് ആൻഡ് ദിസ് ഈസ് എ ഇൻഡക്റ്റൻസ്. ഓക്കെ, ഇത് ജെ എൽ ഒമേഗ എന്നുള്ള ഫോമിലാണ്. ഇത് ആർ എന്നുള്ള ഫോമിലാണ്. ആർ പ്ലസ് ജെ ഒമേഗ എന്നുള്ള ഫോമിലാണ്. സോ എ ഇൻഡക്ടർ സീരീസ് വിത്ത് എ റെസിസ്റ്റർ ആണ് ഇവിടെ വരിക. ആൻഡ് ഇൻഡക്ടർ സീരീസ് വിത്ത് എ റെസിസ്റ്റർ. സോ ആ വാല്യൂസ് എത്രയായിരിക്കും? ഇൻഡക്ടൻസിന്റെയും റെസിസ്റ്റൻസിന്റെയും വാല്യൂ എത്രയായിരിക്കും? ആർ ഈക്വൽ ടു R1 ഈക്വൽ ടു 10 കിലോ ഓം ആണ്. സോ 5 into 10 raised to 5 divided by 10 into 10 cube. So that's equal to 1 minute. I have committed some mistake, I guess. Okay, here there is no 50, just 5 into 10 raised to 5. So that's equal to 50. So R equal to 50 ohm. And what is J L omega? J omega is already there. We need to find L. L equal to C1 into 5 into 10 raised to 5. So what is the value of that inductance? P 314 എന്നുള്ള വാല്യൂന് യാതൊരു യൂസ്ഫുൾനെസ്സും ഇല്ല ഈ ക്വസ്റ്റ്യനിൽ. ജസ്റ്റ് നമ്മുടെ വഴിതെറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്സ് കുറച്ചുകൂടെ ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ്. L equal to 100 into 10 raised to minus 9 into 5 into 10 raised to 5. This 10 raised to minus 7. So 0.05 or 50 millihenry in the answer. So 50 millihenry series with 50 ohm. That's equal to option C is the right choice here.
A Q meter is best suited for the measurement of Q meter എന്ന് പറയുന്നത് ഒരുപാട് മെഷർമെന്റ്സിന് യൂസ് ചെയ്യും. ക്വാളിറ്റി, ഡിസ്ട്രിബ്യൂട്ടഡ് കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, റെസണൻസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, റെസണൻസ് ഫ്രീക്വൻസി, ബാൻഡ് വിഡ്ത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ക്യൂ മീറ്റർ. പക്ഷെ ഇത് ബെസ്റ്റ് സൂറ്റഡ് ആ ഇൻസ്ട്രുമെന്റ് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ബാക്കി ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതും ക്യൂ മീറ്റർ വെച്ചിട്ട് കുറച്ച് താരതമ്യം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കപ്പാസിറ്റൻസ് ഓഫ് എ കോയിൽ. സോ അത് ക്യൂ മീറ്റർ വെച്ച് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സോ ക്യൂ മീറ്റർ ഈസ് best suited for distributed capacitance of a coil. Brake magnetic error-free electromechanical induction type energy meter is shifted from its position and moved a small distance towards the edge of the disc. Then meter will be. Question പറഞ്ഞിരിക്കുന്നത്. Okay, ഇതാണ് ഒരു ഇൻഡക്ഷൻ മീറ്റർ. ഈ ഇൻഡക്ഷൻ മീറ്ററിന്റെ ഈ ബ്രേക്ക് മാഗ്നറ്റ് എന്നുള്ളത് ഇവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പൊ എന്താണ് സംഭവിക്കുക? അതിന്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഫ്ലെക്സിംഗ് ലിങ്കേജ് കുറയും. സോ എഡി കറന്റ് ബ്രേക്കിംഗ് കുറയും. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അതിന്റെ ബ്രേക്കിംഗ് എബിലിറ്റി കുറയും. ബ്രേക്കിംഗ് എബിലിറ്റി കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ സെയിം പവർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെയിം എനർജി കൺസ്യൂം ചെയ്യുമ്പോൾ തന്നെ അത് കൂടുതൽ റൊട്ടേറ്റ് ചെയ്യും. സോ ഇറ്റ് വിൽ കണ്ടിന്യൂ വർക്ക്. പക്ഷെ എന്ത് സംഭവിക്കും? രജിസ്റ്റർ ഹയർ കിലോവാട്ട് അവർ. സോ സി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇതിന് സമാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്താണ്. സോ ആ ക്വസ്റ്റ്യൻ പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. സോ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഹിയർ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അറൌണ്ട് 40-45 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തു. സോ താങ്ക് യു ഓൾ. ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഹിയർ.